ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. പഴയ നിയമത്തിലെ ചരിത്ര പുസ്തകങ്ങളിലൂടെ നാം ഒരു തീർത്ഥാടനം നടത്തുകയായിരുന്നു. പഴയ നിയമത്തിലെ ചരിത്ര പുസ്തകങ്ങളെ പൊതുവായി 5 ഭാഗങ്ങളായി തിരിക്കാറുണ്ട്. അതിൽ ആദ്യത്തേത് അറിയപ്പെടുന്നത് പെൻഡറ്റൗക്കൽ ഹിസ്റ്ററി അഥവാ പഞ്ചഗ്രന്ഥിയിലെ ചരിത്രം എന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളിലൂടെ അനാവൃതമാകുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്ര പഥങ്ങളെയാണ് പഞ്ചഗ്രന്ഥിയിലെ ചരിത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുടർന്ന് വരുന്ന പുസ്തകങ്ങൾ നിയമാവർത്തന ചരിത്രം എന്ന് അറിയപ്പെടുന്നു. ജോഷുവയുടെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം, സാമുവേൽ പുസ്തകങ്ങൾ, രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ എന്നീ പുസ്തകങ്ങളിലൂടെ നാം തിരിച്ചറിയുന്ന ഇസ്രായേലിൻ്റെ ചരിത്രമാണ് ഡ്യൂട്രോണമിസ്റ്റിക് ഹിസ്റ്ററി അഥവാ നിയമാവർത്തന ചരിത്രം എന്ന രണ്ടാമത്തെ ചരിത്ര ഭാഗം. മൂന്നാമത് അറിയപ്പെടുന്ന ചരിത്രം ദിനവൃത്താന്ത ചരിത്രം എന്നതാണ്. ക്രോണിക്കിൾസ് ഹിസ്റ്ററി എന്ന് പറയും. ദിനവൃത്താന്ത ചരിത്രം നാം കണ്ടെത്തുന്നത് 1-2 ദിനവൃത്താന്തങ്ങൾ, യസ്ര, നെഹമിയ എന്നീ പുസ്തകങ്ങളിലൂടെയാണ്. പിന്നീട് വരുന്ന ചരിത്ര പുസ്തകങ്ങളെ മിദ്രാഷിക ചരിത്രം അഥവാ മിദ്രാഷിക് ഹിസ്റ്ററി എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. അവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഒരു വ്യക്തിയുടെയോ ഒരു സമൂഹത്തിൻ്റെയോ കഥയുടെ ആഖ്യാനം നൽകിക്കൊണ്ട് കഥാരൂപത്തിലുള്ള ആഖ്യാനത്തിലൂടെ ചരിത്രത്തെ അവതരിപ്പിക്കുന്ന രീതിയാണ്. മിദ്രാഷിക ചരിത്ര പുസ്തകങ്ങളിൽ അഥവാ മിദ്രാഷിക് ഹിസ്റ്റോറിക്കൽ ബുക്സിൽ നമ്മൾ കാണുന്നത്. അതിന് ഉദാഹരണമായിട്ടുള്ളതാണ് റൂത്തിൻ്റെ പുസ്തകം, തോബിത്ത്, യൂദിത്ത്, എസ്തേർ പുസ്തകങ്ങളെല്ലാം മിദ്രാഷിക ചരിത്രത്തിൻ്റെ ഭാഗമായി വരുന്നവയാണ്. ഏറ്റവും ഒടുവിൽ 5-ാമതായി നമ്മൾ കാണുന്ന ചരിത്ര ഭാഗം അത് മക്കബായരുടെ ചരിത്രമാണ്. മക്കബായരുടെ പുസ്തകങ്ങളിലൂടെ അനാവൃതമാകുന്ന ഇസ്രായേലിൻ്റെ ചരിത്രം മക്കബേയൻ ഹിസ്റ്ററി അഥവാ മക്കബായരുടെ ചരിത്രം എന്നറിയപ്പെടുന്നു. ഈ ചരിത്ര പുസ്തകങ്ങളിലൂടെയുള്ള നമ്മുടെ തീർത്ഥാടനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. മക്കബായരുടെ ചരിത്രം, മക്കബായരുടെ കാലത്തുണ്ടായിരുന്ന ഇസ്രായേലിൻ്റെ ചരിത്രം, അതാണ് നമ്മളിപ്പോൾ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി മക്കബായരുടെ 1-ാം പുസ്തകത്തിലെ ആദ്യത്തെ 5 അധ്യായങ്ങൾ നമ്മൾ വായിച്ച് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിൻ്റെ ആമുഖവും ഉള്ളടക്കവും കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ വിശദീകരിച്ചിരുന്നു. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം അതുവരെ ഇസ്രായേൽ ജനത്തെ അങ്ങേയറ്റം ദ്രോഹിക്കുകയും അവരുടെ മതജീവിതത്തെ ചോദ്യം ചെയ്യുകയും ചെയ്ത സെലൂസിഡ് രാജവംശത്തിൽപ്പെട്ട ഒരു രാജാവിൻ്റെ അന്ത്യമാണ്. നമുക്കറിയാം, യവന രാജാവായിരുന്ന അലക്സാണ്ടറിൻ്റെ മരണശേഷം ആരംഭിക്കപ്പെട്ട 4 യവന സാമ്രാജ്യ ശക്തികളിൽ ഒന്നായിരുന്നു
സെലൂസിഡ് രാജവംശം. ഈ സെലൂസിഡ് രാജവംശത്തിലെ അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമൻ്റെ കാലം യഹൂദരുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമായിരുന്നു. അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമൻ്റെ കാലത്താണ് യഹൂദർക്ക് അവരുടെ മതവിശ്വാസങ്ങൾ പ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നതിന് വിലക്ക് സംഭവിക്കുന്നത്. സാബത്ത് ആചരണം നിരോധിക്കപ്പെട്ടു. യഹൂദർ അതിവിശുദ്ധമെന്ന് കരുതിയിരുന്ന തിരുനാളുകളുടെ ആഘോഷങ്ങൾ നിരോധിക്കപ്പെടുന്നു. യഹൂദരുടെ മതപരമായ ആചാരങ്ങളുടെ അടിസ്ഥാനമായി നിൽക്കുന്ന പരിച്ഛേദനം നിർവഹിക്കുന്നതിന് പോലും വിലക്ക് ഉണ്ടാവുകയാണ്. പോരാത്തതിന് അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമൻ ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു കയറുകയും ദേവാലയത്തെ അശുദ്ധമാക്കുകയും ദേവാലയത്തിലെ ബലിപീഠം, ദൈവമായ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരുന്ന ബലിപീഠം നീക്കം ചെയ്ത് അവിടെ സേവൂസ് എന്ന യവനദേവൻ്റെ, ഗ്രീക്ക് ദേവൻ്റെ ബലിപീഠം സ്ഥാപിച്ച് ആ ബലിപീഠത്തിൽ പന്നിയെ ബലിയർപ്പിക്കുകയും ചെയ്തുകൊണ്ട് വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണമായി തീരുകയാണ്. ഇത് യഹൂദരുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു. അവരുടെ മതവികാരങ്ങളെ അത് വ്രണപ്പെടുത്തി. അതിനോട് അക്കാലത്തുണ്ടായിരുന്ന യഹൂദരിൽ ഒരു വിഭാഗം പ്രതികരിച്ചു. ഇത്തരത്തിൽ പ്രതികരിച്ചവരിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് നിന്നത് ഹസ്മോണിയൻ കുടുംബത്തിൽപ്പെട്ട മത്താത്തിയാസ് എന്ന ഒരു പുരോഹിതനും അദ്ദേഹത്തിൻ്റെ മക്കളുമായിരുന്നു. മത്താത്തിയാസ് എന്ന ഹസ്മോണിയൻ പുരോഹിതൻ്റെ മക്കളിൽ ഒരാളുടെ പേര് യൂദാസ് എന്നായിരുന്നു. യൂദാസിൻ്റെ മറ്റൊരു വിളിപ്പേരായിരുന്നു മക്കബേയൂസ്. മക്ബ എന്ന വാക്കിൽ നിന്നും വരുന്ന മക്കബേയൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഹാമർ അഥവാ ചുറ്റിക എന്നാണ്. ശത്രുക്കളുടെ മേൽ അതിശക്തമായ വിധത്തിൽ തൻ്റെ അധീശത്വം സ്ഥാപിക്കാൻ മാത്രം കഴിവുള്ള, കെൽപ്പുള്ള, ഒരു ചുറ്റിക പോലെ ആഞ്ഞടിക്കാൻ ശക്തിയുള്ള ഒരു പോരാളി എന്ന നിലയിൽ യൂദാസ് മക്കബേയൂസ് എന്ന പേരിൽ അറിയപ്പെട്ടു. ആ മക്കബേയൂസ് എന്ന പേരിൽ നിന്നുമാണ് മക്കബായർ എന്ന പേര് ഉണ്ടാകുന്നതും മക്കബായരുടെ ചരിത്രം നമ്മളിന്ന് പഠിക്കുന്നതും. ഇത്തരത്തിൽ യഹൂദരെ അങ്ങേയറ്റം ദ്രോഹിച്ച അന്ത്യോക്കസ് എപ്പിഫാനസിൻ്റെ അന്ത്യം എപ്രകാരമായിരുന്നു? യഹൂദരുടെ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് കടന്നു കയറി വിശുദ്ധമായവയെ അശുദ്ധമാക്കി തീർത്ത പുകൾപ്പെട്ട സെലൂക്യ രാജാവ് അന്ത്യോക്കസ് എപ്പിഫാനസിൻ്റെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ചുള്ള കഥകൾ വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ചരിത്ര പാഠം ആരംഭിക്കാം. മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കാനായിട്ട് പോകുന്നത്. സാധിക്കുമെങ്കിൽ നിങ്ങളേവരും ഈ സമയം വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കുക. നമുക്കൊരുമിച്ച് ഈ വചനഭാഗം വായിക്കാം. മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. അന്ത്യോക്കസ് രാജാവ് ഉത്തര പ്രവിശ്യകളിലൂടെ കടന്നു പോകുമ്പോൾ പേർഷ്യയിലെ എലിമായിസ് സ്വർണത്തിനും വെള്ളിക്കും പ്രശസ്തി ആർജിച്ച ഒരു നഗരമാണെന്ന് കേട്ടു. ഫിലിപ്പിൻ്റെ പുത്രനും ഗ്രീക്കുകാരെ ആദ്യം ഭരിച്ച മക്കദോനിയ രാജാവുമായ അലക്സാണ്ടർ ഉപേക്ഷിച്ചുപോയ സ്വർണ്ണ പരിചകൾ, കവചങ്ങൾ, ആയുധങ്ങൾ എന്നിവ സൂക്ഷിക്കപ്പെട്ടിരുന്നു. അവിടുത്തെ ക്ഷേത്രം വളരെ സമ്പന്നമായിരുന്നു. അതിനാൽ അന്ത്യോക്കസ് വന്ന് നഗരം പിടിച്ചടക്കി കൊള്ള ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അത് സാധിച്ചില്ല.
കാരണം അവൻ്റെ തന്ത്രം മനസ്സിലാക്കിയ നഗരവാസികൾ അവനോട് യുദ്ധം ചെയ്തു ചെറുത്തുനിന്നു. യുദ്ധക്കളത്തിൽ നിന്ന് പലായനം ചെയ്ത അന്ത്യോക്കസ് ഭഗ്നാശനായി ബാബിലോണിലേക്ക് പിൻവാങ്ങി. യൂദാദേശം ആക്രമിക്കാൻ പോയ സൈന്യം പരാജയപ്പെട്ടുവെന്ന് പേർഷ്യയിൽ വെച്ച് ഒരു ദൂതൻ അന്ത്യോക്കസിനെ അറിയിച്ചു. ലിസിയാസ് ആദ്യം ശക്തമായൊരു സൈന്യവുമായി ചെന്നെങ്കിലും യഹൂദർ അവനെ തുരത്തി ഓടിച്ചു. തങ്ങൾ തോൽപ്പിച്ച സൈന്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ, വിഭവങ്ങൾ, കൊള്ളവസ്തുക്കൾ എന്നിവ കൊണ്ട് യഹൂദരുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു. ജെറുസലേമിലെ ബലിപീഠത്തിൽ അവൻ സ്ഥാപിച്ച മ്ലേച്ഛ വിഗ്രഹം അവർ തച്ചുടച്ചു. വിശുദ്ധ മന്ദിരത്തിന് ചുറ്റും മുൻപുണ്ടായിരുന്നതുപോലെ ഉയരമുള്ള മതിലുകൾ പണിയുകയും അവൻ്റെ നഗരമായ ബത്സൂറിനെ കോട്ടകെട്ടി സുശക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ രാജാവ് അത്ഭുത സ്തബ്ധനായി. തൻ്റെ പദ്ധതികളനുസരിച്ച് കാര്യങ്ങൾ നടക്കാത്തത് മൂലം ദുഃഖാർത്തനും രോഗിയുമായി തീർന്ന അവൻ കിടപ്പിലായി. ആഴമേറിയ ദുഃഖത്തിന് അധീനനായി തീർന്ന അവൻ വളരെ നാൾ കിടക്കയിൽ തന്നെ കഴിഞ്ഞു. മരണമടുത്തുവെന്ന് അവന് ഉറപ്പായി. അതിനാൽ സുഹൃത്തുക്കളെ അടുക്കൽ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഉറക്കമില്ലാതായിരിക്കുന്നു, ആകുലതയാൽ എൻ്റെ ഹൃദയം തകരുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു പോകുന്നു, പ്രതാപകാലത്ത് ദയാലുവും ജനസമ്മതനുമായിരുന്ന എനിക്ക് എത്ര വലിയ ദുരിതമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. എത്ര ആഴമുള്ള കയത്തിൽ ഞാൻ വീണുപോയിരിക്കുന്നു. ജെറുസലേമിൽ ഞാൻ ചെയ്ത അകൃത്യങ്ങൾ ഞാൻ ഓർക്കുന്നു. അവളുടെ കനകരജത പാത്രങ്ങളെല്ലാം ഞാൻ കവർച്ച ചെയ്തു. ഒരു കാരണവും കൂടാതെ യൂദാനിവാസികളെ നശിപ്പിക്കാൻ ഞാൻ സൈന്യത്തെ വിട്ടു. ഇതിനാലാണ് ഈ അനർത്ഥങ്ങൾ എനിക്ക് വന്നുകൂടിയതെന്ന് ഞാൻ അറിയുന്നു. ഇതാ അന്യദേശത്ത് കിടന്ന് ദുഃഖാധിക്യത്താൽ ഞാൻ മരിക്കുന്നു. അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമൻ അനേകം യുദ്ധവിജയങ്ങൾ നേടിയിട്ടുള്ള ഒരു സെലൂസിഡ് രാജാവായിരുന്നു. അനേകം ഇടങ്ങളിലേക്ക് തൻ്റെ സൈന്യത്തെ അദ്ദേഹം അയച്ചിട്ടുണ്ട്, യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും യൂദയായിലേക്ക് അദ്ദേഹം നടത്തുന്ന യുദ്ധസന്നാഹങ്ങളെക്കുറിച്ചൊക്കെ ഇതിനു മുൻപുള്ള അധ്യായങ്ങളിൽ വിശദമായി നമ്മൾ കണ്ടതാണ്. പട്ടാളക്കാർക്ക് ഒരു വർഷത്തെ വേതനം മുൻകൂർ നൽകിക്കൊണ്ട്, സകലവിധ സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് അദ്ദേഹം നടത്തുന്ന സൈനിക സന്നാഹങ്ങളെക്കുറിച്ചുള്ള കഥകളൊക്കെ നമ്മൾ ഇതിനകം വായിച്ച് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അയാൾ നടത്തിയ അനേകം യുദ്ധങ്ങൾക്ക് വലിയ സാമ്പത്തിക ചെലവ് ഉണ്ടായി. രാജ്യത്തിൻ്റെ ഭണ്ഡാരത്തിൽ വലിയ ധനശോഷണം സംഭവിച്ചു. പണത്തിന് അത്യാവശ്യമുണ്ടായി. ഈ സമയം അന്ത്യോക്കസ് എപ്പിഫാനസ് രാജാവ് ധനസമാഹരണം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രയാണം ആരംഭിക്കുകയാണ്. തൻ്റെ സാമ്രാജ്യത്തിലെങ്ങും അതിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലും എവിടെയെല്ലാം ധനമുണ്ടോ ആ ധനം സ്വന്തമാക്കുന്നതിനായി യുദ്ധം ചെയ്യാൻ പോലും തയ്യാറായിക്കൊണ്ട് ഒരു സൈന്യവുമായി രാജാവ് സാമ്രാജ്യത്തിൻ്റെ കിഴക്ക് വടക്കേ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെയിരിക്കെ രാജാവ് ഏലാമിലെ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിൽ എത്തിച്ചേരുന്നു. അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമൻ കേട്ടിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെയൊക്കെ മുൻഗാമിയായിരുന്ന യവന രാജാവ് മഹാനായ അലക്സാണ്ടറിൻ്റെ കാലത്ത്
അലക്സാണ്ടർ ഇവിടെ വരികയും വളരെ വിലപിടിപ്പുള്ള സ്വർണത്താൽ നിർമ്മിതമായ തൻ്റെ വാളും പരിചകളും മറ്റ് യുദ്ധോപകരണങ്ങളും ഒട്ടനവധി സ്വത്തും ഈ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന വിവരം അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമന് കിട്ടി. അങ്ങനെ ഏലാമിലെ അർത്തേമിസ് ക്ഷേത്രമാണ് എന്ന് അനുമാനിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തെ ആക്രമിക്കാൻ അന്ത്യോക്കസ് എപ്പിഫാനസ് പദ്ധതിയിടുകയാണ്. ലക്ഷ്യം ഒന്ന് മാത്രം, ഈ ക്ഷേത്രത്തിനുള്ളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന വിലപിടിപ്പുള്ള സ്വർണവും വെള്ളിയും മറ്റു ധനവും സ്വന്തമാക്കുക. അലക്സാണ്ടർ രാജാവിൻ്റെ കാലം മുതൽ സൂക്ഷിക്കപ്പെട്ടിരുന്നതെല്ലാം കവർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഈ ക്ഷേത്ര നഗരത്തിലേക്ക് പ്രവേശിക്കാൻ അന്ത്യോക്കസ് രാജാവും അദ്ദേഹത്തിൻ്റെ പടയാളികളും തയ്യാറെടുക്കുകയാണ്. പക്ഷേ ഈ ക്ഷേത്ര നഗരിയിൽ വെച്ച് അന്ത്യോക്കസ് രാജാവ് പരാജയം രുചിക്കുന്നു. ക്ഷേത്രം കൈവശപ്പെടുത്താൻ പോലുമാവാതെ, ക്ഷേത്രനഗരിയിൽ പ്രവേശിക്കാൻ പോലുമാകാതെ പരാജിതനായി അന്ത്യോക്കസ് രാജാവിന് മടങ്ങേണ്ടി വരികയാണ്. ഈ ചരിത്രം നമ്മെ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജെറുസലേമിലെ ദേവാലയത്തെ കൊള്ളയടിച്ചവനാണ് അന്ത്യോക്കസ്. ജെറുസലേമിലെ ദേവാലയത്തെ അശുദ്ധമാക്കിയവനാണ് അന്ത്യോക്കസ് രാജാവ്. ജെറുസലേം ദേവാലയത്തെ കൊള്ളയടിക്കുകയും അശുദ്ധമാക്കുകയും ചെയ്തവൻ ഇതാ മറ്റൊരു ക്ഷേത്രമുറ്റത്ത് വെച്ച് പരാജിതനായി തലകുനിച്ച് തിരികെ യാത്ര പോകേണ്ടതായിട്ട് വരുന്നു. യുദ്ധക്കളത്തിൽ നിന്ന് പലായനം ചെയ്ത അന്ത്യോക്കസ് ഭഗ്നാശനായി ബാബിലോണിലേക്ക് പിൻവാങ്ങി. അങ്ങനെ പരാജയത്തിൻ്റെ കയ്പ് രുചിച്ച് ബാബിലോണിലേക്ക് പിൻവാങ്ങുന്ന രാജാവ് മറ്റൊരു ദുരന്ത വാർത്ത കൂടി, മറ്റൊരു പരാജയ വാർത്ത കൂടി അറിയുകയാണ്. യൂദാദേശം ആക്രമിക്കാൻ പോയ സൈന്യം പരാജയപ്പെട്ടുവെന്ന് പേർഷ്യയിൽ വെച്ച് ഒരു ദൂതൻ അന്ത്യോക്കസിനെ അറിയിച്ചു. അതായത് അന്ത്യോക്കസ് പരാജിതനായി തിരികെ ബാബിലോണിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ മറ്റു ചില പരാജയങ്ങളുടെ കഥകൾ കൂടെ അറിയേണ്ട ഗതികേട് വരികയാണ്. തൻ്റെ സൈന്യാധിപന്മാരും യുദ്ധനിപുണരുമായിരുന്ന നിക്കാനോറും ഗോർജിയാസും എല്ലാം മക്കബായരോട് ഏറ്റുമുട്ടി പരാജിതരായ കഥകൾ ഇയാൾ അറിയുന്നു. യൂദാസ് മക്കബേയൂസിൻ്റെ നേതൃത്വത്തിൽ മക്കബായർ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ കഥ ഇയാൾ അറിയുന്നു. മക്കബായരുടെ നേതൃത്വത്തിൽ ജെറുസലേം ദേവാലയം നവീകരിക്കപ്പെടുകയും പുനഃപ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന വാർത്ത അയാൾ അറിഞ്ഞു. ഇതെല്ലാം അറിഞ്ഞ് അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമൻ അതീവ ദുഃഖിതനായി രോഗിയുമായി. എന്തുകൊണ്ടാണ് തനിക്ക് ഈ ദുർഗതി സംഭവിച്ചത്? എന്തുകൊണ്ടാണ് പരാജയങ്ങളുടെ ഒരു ഘോഷയാത്ര തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ താൻ അനുഭവിക്കേണ്ടതായി വന്നത് എന്നതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന രാജാവ് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഒരു ഏറ്റുപറച്ചിൽ നടത്തുന്നുണ്ട്. ആ ഏറ്റുപറച്ചിൽ ഇപ്രകാരമാണ്: ആകുലതയാൽ എൻ്റെ ഹൃദയം തകരുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു പോകുന്നു, പ്രതാപകാലത്ത് ദയാലുവും ജനസമ്മതനുമായിരുന്ന എനിക്ക് എത്ര വലിയ ദുരിതമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. എത്ര ആഴമുള്ള കയത്തിൽ ഞാൻ വീണുപോയിരിക്കുന്നു. ജെറുസലേമിൽ ഞാൻ ചെയ്ത അകൃത്യങ്ങൾ ഞാൻ ഓർക്കുന്നു. അവളുടെ കനകരജത പാത്രങ്ങളെല്ലാം ഞാൻ കവർച്ച ചെയ്തു.
ഒരു കാരണവും കൂടാതെ യൂദാ നിവാസികളെ നശിപ്പിക്കാൻ ഞാൻ സൈന്യത്തെ വിട്ടു. ഇതിനാലാണ് ഈ അനർത്ഥങ്ങൾ എനിക്ക് വന്നുകൂടിയതെന്ന് ഞാൻ അറിയുന്നു. ഇതാ അന്യദേശത്ത് കിടന്ന് ദുഃഖാധിക്യത്താൽ ഞാൻ മരിക്കുന്നു. ഈ ഏറ്റുപറച്ചിലിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. തൻ്റെ പദ്ധതികൾ പരാജയപ്പെടുകയും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പദ്ധതികൾ വിജയിക്കുകയും ചെയ്യുന്നു എന്ന് ഈ വിജാതീയനായ രാജാവ് തിരിച്ചറിയുന്നു. തൻ്റെ പദ്ധതികളനുസരിച്ച് കാര്യങ്ങൾ നടക്കാത്തത് മൂലം ദുഃഖാർത്തനും രോഗിയുമായി തീർന്ന അവൻ കിടപ്പിലായി. ആഴമേറിയ ദുഃഖത്തിന് അധീനനായി തീർന്ന അവൻ വളരെ നാൾ കിടക്കയിൽ കഴിഞ്ഞു. മരണമടുത്തുവെന്ന് അവന് ഉറപ്പായി. തൻ്റെ ഹിതമനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന സത്യം അന്ത്യോക്കസിനെ നിരാശനും രോഗിയുമാക്കുകയാണ്. ജെറുസലേമിൽ വസിക്കുന്ന സത്യദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മാത്രമാണ് ചരിത്രം മുന്നോട്ട് പോവുക എന്ന് അന്ത്യോക്കസിൻ്റെ അധരങ്ങളിലൂടെ ഗ്രന്ഥകാരൻ ഓർമ്മിപ്പിക്കുകയാണ്. സത്യത്തിൽ അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമൻ്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുകയും പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്നത് BC 164 നവംബർ മാസത്തിലാണ്. എന്നാൽ മക്കബായ ഗ്രന്ഥത്തിൽ ഇക്കാര്യം അല്പം താമസിച്ചാണ് വിവരിക്കുന്നത്. അതായത് മക്കബായരുടെ നേതൃത്വത്തിലുള്ള മുന്നേറ്റം, ദേവാലയത്തിൻ്റെ ശുദ്ധീകരണം, പുനഃപ്രതിഷ്ഠ, അയൽ രാജ്യങ്ങളുടെ മേൽ മക്കബായർക്ക് ലഭിച്ച വിജയം എന്നിവയെല്ലാം വിവരിച്ചതിന് ശേഷം മാത്രമാണ് മക്കബായ ഗ്രന്ഥകാരൻ അന്ത്യോക്കസ് എപ്പിഫാനസിൻ്റെ മരണം രേഖപ്പെടുത്തുന്നത്. എന്താണ് ഇതിന് കാരണം? ഇതിന് കാരണം മറ്റൊന്നുമല്ല, യഹൂദരെ അങ്ങേയറ്റം ദ്രോഹിച്ച അന്ത്യോക്കസ് എപ്പിഫാനസിൻ്റെ ജീവിതകാലത്ത് തന്നെ, അയാളുടെ ഭരണകാലത്ത് തന്നെ മക്കബായരുടെ വിജയഗാഥ അവതരിപ്പിക്കാനുള്ള ഗ്രന്ഥകാരൻ്റെ മനഃപൂർവമായ ഒരു ശ്രമമാണ് നമ്മളിവിടെ കാണുന്നത്. നന്മ ചെയ്യുന്നവർക്ക് ഐശ്വര്യവും തിന്മ ചെയ്യുന്നവർക്ക് ദുരന്തവും സംഭവിക്കാം എന്ന നിയമാവർത്തന ദൈവശാസ്ത്രത്തിൻ്റെ ചിന്തയുടെ പശ്ചാത്തലത്തിലാണ് മക്കബായ ഗ്രന്ഥകാരൻ അന്ത്യോക്കസ് എപ്പിഫാനസിൻ്റെ മരണത്തെ അനുഭവിക്കുന്നത്. തീരാദുഃഖത്തിൽ അന്യദേശത്ത് കിടന്ന് മരിക്കാൻ അയാൾക്ക് വിധിയാകുന്നു. അന്ത്യോക്കസ് എപ്പിഫാനസ് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ അനുഭവിച്ച ഏകാന്തതയെയും പരാജയത്തെയും ഈ വാക്കുകൾ ഊന്നി പറയുകയാണ്. സ്വദേശത്ത് നിന്ന്, മാതൃഭൂമിയിൽ നിന്നും അകലെ മറ്റൊരു ദേശത്ത് മരണമടയേണ്ടി വരിക എന്നത് അക്കാലത്ത് ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ദുഃഖകരവും ലജ്ജാകരവുമായ ഒരു സംഭവമായി കണക്കാക്കപ്പെടുന്നു. ചുരുക്കത്തിൽ അന്യദേശത്ത് ഒരു പരദേശിയെപ്പോലെ മരണത്തെ അഭിമുഖീകരിക്കേണ്ട ഗതികേട് അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമന് സംഭവിക്കുകയാണ്. ഈ അവസരത്തിൽ മക്കബായരുടെ പിതാമഹനും മക്കബായരുടെ വിപ്ലവത്തിന് നാന്ദി കുറിച്ചവനുമായിരുന്ന പുരോഹിതൻ മത്താത്തിയാസിൻ്റെ അന്ത്യവും മക്കബായരുടെ ചെറുത്തുനിൽപ്പിന് കാരണമായി തീർന്ന അന്ത്യോക്കസ് നാലാമൻ്റെ അന്ത്യവും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തുന്നത് നല്ലതാണ്. രണ്ടുപേരുടെയും മരണസമയത്തെ വാക്കുകളെ ഒന്ന് ഓർത്തെടുക്കാം. മത്താത്തിയാസ്
മരണമെത്തുന്ന നേരത്തും പ്രത്യാശയുള്ളവനായിരുന്നു. മക്കവാരുടെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 61 മുതൽ 64 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. മത്താത്തിയാസ് തൻ്റെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് മക്കളോട് പറയുന്നു, തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ. പാപിയുടെ വാക്കുകളെ ഭയപ്പെടേണ്ട. അവൻ്റെ പ്രതാപം ചാണകവും പുഴുക്കളുമായി മാറും. ഇന്ന് അവൻ പ്രകീർത്തിക്കപ്പെടുന്നു, നാളെ അവനെ കാണുകയില്ല. അവൻ പൊടിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. അവൻ്റെ പദ്ധതികൾ തകർന്നടിഞ്ഞു. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ, നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ, അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. പ്രത്യാശാഭരിതമായ മത്താത്യാസിൻ്റെ അന്ത്യം, നിരാശാഭരിതമായ അന്ത്യോക്കസിൻ്റെ അന്ത്യം. അന്ത്യത്തിന് തൊട്ടു മുൻപ് അന്ത്യോക്കസ് എപ്പിഫാനസ് 4-ാമൻ ഭരണ കൈമാറ്റം നടത്തുന്ന ഭാഗം അടുത്ത ക്ലാസ് നമുക്ക് വായിച്ച് വിവരിക്കാം.